Welcome to Garam Masala, the magic spices of cooking. പാലപ്പം ഓർ കേരള അപ്പം. ഇന്ന് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. വളരെ ഡെലീഷ്യസ് ആയ ഒരു ഡിഷാണ് പാലപ്പം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: അരിപ്പൊടി വളരെ നൈസായി പൊടിച്ചെടുത്തത് 2 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, ഈസ്റ്റ് 1 ടീസ്പൂൺ, അരിപ്പൊടി 3 ടീസ്പൂൺ, ഇത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടുള്ളതാണ്, പഞ്ചസാര 2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, പിന്നെ വെള്ളം. ആദ്യം നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അതിനായി 1.5 കപ്പ് വെള്ളത്തിൽ 3 ടീസ്പൂൺ അരിപ്പൊടി നന്നായി വേവിച്ചെടുക്കുക. ഈ പാകത്തിലാണ് വരേണ്ടത്. നമുക്കിനി ഇത് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കാം. അതിനായി 1/4 കപ്പ് ചൂടുവെള്ളം ഈസ്റ്റിലോട്ട് ഒഴിക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ഇളക്കി 10 മിനിറ്റ് നേരം വെക്കുക. നമ്മുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ഇതിനായി 2 കപ്പ് അരിപ്പൊടിയിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർക്കുക. ഇതിലോട്ട് കപ്പി കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി വെക്കുക. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 6 മുതൽ 8 മണിക്കൂർ വരെ ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഇനി തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് 1 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം വേണം അപ്പം ചുട്ടെടുക്കാൻ. ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനായി ഒരു പാലപ്പം ചട്ടിയാണ് വേണ്ടത്. അതിൽ നന്നായി എണ്ണ പരട്ടുക. ഞാൻ ഇവിടെ നോൺ സ്റ്റിക്ക് ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. തീ കുറച്ച് വേണം പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടി. ഒരു കയ്യിൽ മാവ് ഒഴിച്ച് നന്നായി റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അരികുകൾ കട്ടി കുറവും നടുഭാഗം കട്ടി കൂടിയും വരും. ഇത് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കുക. നടുഭാഗം നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്നെടുക്കാം. ഒരു സ്പൂണോ ഒരു സ്പാച്ചുലയോ ഉപയോഗിച്ച് അപ്പം ചട്ടിയിൽ നിന്ന് നമുക്കെടുക്കാം. ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കുക. നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ കറി, എഗ് റോസ്റ്റ്, കേരള സ്റ്റൂ ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. Thank you. Please subscribe.